നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം. ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം. ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, ആ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ ദൈവവചനപ്രകാരമുള്ള എല്ലാ നന്മകളും നമ്മുടെ ലൈഫിൽ വരികയാണ്. അതോടൊപ്പം തന്നെ എല്ലാ വാഗ്ദത്തങ്ങളും എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. എന്നാൽ ദൈവവചനപ്രകാരമുള്ള നന്മകൾ എന്തൊക്കെയെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ അത് മിസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സാമ്പത്തിക നന്മ, അത് കർത്താവിൻ്റെ ഹിതമാണോ? ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടതാണോ? ദൈവവചന പ്രകാരമാണോ സാമ്പത്തിക നന്മ എന്നത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഒന്നും വേണ്ട എന്ന് പറയുന്നതും, അത് അധികമായി കഴിഞ്ഞാൽ അകന്നു പോകുമെന്ന് പറയുന്നതും, പല പല തെറ്റായ ചിന്തകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ എന്താണ് പറയുന്നതെന്ന് ഒരു വ്യക്തി ശരിയായി മനസ്സിലാക്കുമ്പോൾ ആ നന്മകളെയൊക്കെ അവകാശമാക്കുവാനിടയാകും. ഇന്നത്തെ മെസ്സേജിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Let's turn to Joel chapter 2 verse 28. യോവേൽ 2:28 നമുക്കൊന്ന് പോകാം. I think you by heart the scriptures now. അത് നിങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. And it shall come to pass afterward. അതിനുശേഷമോ, എല്ലാവരും ആ ബൈബിൾ ഒന്ന് എടുത്ത്. അതിന്റെ ശേഷമോ, അതിനുശേഷമല്ല, അതിന്റെ ശേഷമോ, അതിന്റെ ശേഷമോ. തുറന്നേ, ബൈബിൾ തുറന്നേ. Look at your Bible. It is written, and it shall come to pass afterward. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുക അതിന്റെ ശേഷമോ അത് സംഭവിക്കുമെന്നാണ്. That means before that something will happen. എന്ന് വെച്ചാൽ അതിനു മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. Something happened before. അതിനു മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. Normally we never think what happened before. നമ്മൾ സാധാരണ അതിനു മുമ്പ് എന്താ സംഭവിച്ചതെന്ന് ചിന്തിക്കാറില്ല. But we'll continually read the scripture. I will pour out my spirit upon all flesh. ആ ബാക്കി വാക്യം നമുക്കറിയാം, ഞാൻ സർവ്വ ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. No, most of the Christian churches are reading the same scripture. ഈ ക്രിസ്ത്യൻ സഭകളെല്ലാം ഈ സെയിം വാക്യങ്ങളാണ് വായിക്കാനിടയാകുന്നത്. Because Peter, when the day of Pentecost, when they received the Holy Spirit, he stood up among the people and shared this scripture. പത്രോസ് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് ജനങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് ഈ വാക്യമാണ് വായിക്കാനിടയായത്. But when we read Acts chapter 2 verse 17, there is a small and little change there. അപ്പോസ്തലപ്രവൃത്തി 2:17 വായിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ മാറ്റമുണ്ട് വായിക്കുന്ന സമയത്ത്. Instead of this word, and it shall come to pass afterward, instead of that word he said last days. അതിനുശേഷമോ എന്ന വാക്യത്തിന് പകരം പത്രോസ് അവിടെ ഉപയോഗിച്ചത് അന്ത്യനാളിൽ നിന്നാണ്. But we can't see this last days, we can't see in Joel. യോവേൽ പ്രവചനത്തിൽ അന്ത്യനാൾ എന്നുള്ള വാക്യം നമുക്ക് കാണാനായി സാധിക്കത്തില്ല. But Peter say last days. പക്ഷെ പത്രോസ് പറഞ്ഞത് അന്ത്യനാൾ എന്നാണ്. Joel says afterward. യോവേൽ പറയുന്ന അതിന്റെ ശേഷമോ എന്നാണ്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Peter said this end time, last days I will pour out my spirit. പത്രോസ് പറയുന്ന അന്ത്യനാളിൽ ഞാൻ സർവ്വജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്.
most of the church, we also expecting something supernatural. കൂടുതൽ സഭകളും നമ്മളും അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. End time, Holy Spirit anointing, Holy Spirit outpouring, supernatural things happen. അന്ത്യനാള് പരിശുദ്ധാത്മാവിന്റെ മഹത്വമേറിയ ഒഴുക്ക്, ഒരു മഹത്വമേറിയ സാന്നിധ്യം സകലമേൽ ചലിക്കുമെന്നും അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. Listen to me very carefully. Joel said this scripture, chapter 2 verse 28. Before that he said something. യോവേൽ 2:28 യോവേൽ പ്രവാചകൻ പറയുന്നതിന് മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. He started with Joel chapter 2:18. അവൻ 2:18 മുതലാണ് അത് പറയാനിടയാകുന്നത്. And the Lord will be jealous on his land. അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ച തന്റെ ജനത്തെ ആദരിച്ചു. And will have compassion on his people, or he will honor his people. അവൻ തന്റെ ജനത്തെ ആദരിക്കുവാനിടയായി. Can you follow me? Chapter 2 verse 18. He said, 2:18 I am zeal for my people. എന്റെ ജനത്തെ ആദരിക്കുവാൻ വേണ്ടി എനിക്കൊരു തീഷ്ണതയുണ്ട്. I am going to honor my people. എന്റെ ജനത്തെ ഞാൻ ആദരിക്കാൻ പോകുകയാണ്. The part of the honoring is anointing of the Holy Spirit. നമ്മളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നത്. When he came to Christ, ക്രിസ്തുവിൽ വന്ന സമയത്ത് what happened the first day? Salvation. എന്താണ് ആദ്യത്തെ ദിവസം സംഭവിച്ചത്? രക്ഷ. Then the outpouring of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവ്. Most of the people are thinking it is normal in Christian. അത് നമ്മൾ സാധാരണമായ ഒരു ക്രിസ്ത്യൻ ലൈഫിലാണെന്നാണ് എല്ലാവരും But the വിശ്വസിക്കുന്നത്. Bible say outpouring of the Holy Spirit is honoring her. പക്ഷെ ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവ് നിനക്ക് നൽകുന്നത് നിന്നെ ആദരിക്കുന്നതിന് തുല്യമാണെന്നാണ്. What is Holy Spirit? എന്താണ് പരിശുദ്ധാത്മ ചെയ്യുന്നത്? That is a God spirit. എന്താണ് പരിശുദ്ധാത്മാവ്? അത് ദൈവത്തിന്റെ തന്നെ ആത്മാവാണ്. He given his spirit upon her. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരുവാനിടയായി. Now she is filled with the Holy Spirit. ഇപ്പൊ അന്നമോള് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിറവിലാണ്. God is presenting her. She is my representative. ദൈവം അന്നമോളെ അവതരിപ്പിക്കുകയാണ് എന്റെ പ്രതിനിധിയായിട്ട്. Before the anointing, അഭിഷേകത്തിന് മുമ്പ് she God can't represent her. She is my representative. ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരിക്കലും അന്നമോക്ക് വരാൻ That പറ്റത്തില്ലായിരുന്നു. means anointing make her his representative. എന്ന് വെച്ചാൽ അഭിഷേകം ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് അവളെ തെരഞ്ഞെടുക്കുവാനിടയായി. Hallelujah. Come on church. Hallelujah. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ വരുമ്പോ നിന്നെ അവന്റെ റെപ്രസെന്റേറ്റീവായി ദൈവം മാറ്റുകയാണ്. അവന്റെ പ്രതിനിധിയായി ദൈവം മാറ്റുകയാണ്. അതോടൊപ്പം അവന്റെ ഗ്ലോറി അതിന്റെ മേൽ വസിക്കുകയാണ്. Along with his glory also resting upon her. അതിനോടൊപ്പം അവന്റെ മഹത്വം അതിന്റെ മേൽ വസിക്കുകയാണ്. Two things. The anointing make her representative, and it's filled with the glory also. അഭിഷേക അവനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാക്കി മാറ്റുകയും കൂടാതെ അവളെ മഹത്വം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുവാനിടയാകും. That means in the last days God will honor the people with his anointing, with his glory, and make the people become his representative. Amen. അന്ത്യനാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട് അവരെ നിറയ്ക്കുകയും മഹത്വം കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് അവരെ പ്രസന്റ് ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ദൈവം നിങ്ങളെ ആദരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ദൈവം നിങ്ങളെ അവൻ്റെതാക്കി തീർക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ദൈവം നിങ്ങളെ ആദരിക്കുകയാണ്, അവൻ്റെതാക്കി തീർക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിന്നെ അവൻ്റെ പ്രതിനിധിയാക്കുകയാണ്. അവൻ നിന്നെ അവൻ്റെ പ്രതിനിധിയാക്കുകയാണ്. കഴിഞ്ഞില്ല, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ അവന്റെ ഗ്ലോറിയെ വഹിക്കുവാൻ അവൻ നിന്നെ തെരഞ്ഞെടുത്ത് ആക്കി വെക്കുകയാണ്. ദൈവത്തിന്റെ തീഷ്ണത വെളിപ്പെടുമ്പോഴാണ് അത് സംഭവിക്കുന്നേ. ഹല്ലേലൂയ പറയാവോ? It's a great thing. So when God's seal happened, he pour out his anointing, pour out his spirit upon all mankind.
എല്ലാ മനുഷ്യരുടെ മേളിലും ദൈവം തന്നെ ആത്മാവിനെ പകരുവാനിടയായി. Not only that, അത് മാത്രമല്ല Joel chapter 2 verse 25. 2:25 And I will restore you the years that locust has eaten. വെട്ടുക്കിളിയും തുള്ളനും എല്ലാം കൊണ്ടുപോയ വർഷങ്ങൾ നിനക്ക് പുനഃസ്ഥാപിക്കുവാനിടയാകും. From this scripture I am going to share the today's message. ഈ വാക്കിൽ നിന്നാണ് ഇന്നത്തെ വചനം ഞാൻ സംസാരിക്കാൻ പോകുന്നത്. Are you following me? നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടോ? God is restoring you. ദൈവം നിന്നെ പുനഃസ്ഥാപിക്കുകയാണ്. God is you are going to see the manifestation of the restoration. നിങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വെളിപ്പെട്ടു വരുന്നത് കാണാനായി പോകുകയാണ്. We can see restoration. നിങ്ങൾക്ക് പുനഃസ്ഥാപനം കാണാനായി സാധിക്കും. And you can see replacement. നിങ്ങൾക്ക് പകരം വെക്കുന്നത് കാണാനായി സാധിക്കും. And also their word used there, compensation. നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് കൂടെ കാണാനായി That സാധിക്കും. means whatever things you lose in your life, God will compensate for you. Amen. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നഷ്ടമായി പോയത് അതിന് നഷ്ടപരിഹാരമായി ചില And കാര്യങ്ങൾ God ദൈവം ചെയ്യുകയാണ്. will replace the things for you. ദൈവം നിനക്ക് നഷ്ടമായി പോയ ചില കാര്യങ്ങൾ അതിന് പകരമായി ചിലത് നൽകുവാനിടയാകും. I don't know what are the things you lose in your life. എനിക്കറിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടമായി പോയതെന്ന്. What are the things you lost in your life? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി പോയത്? But I tell you, I challenge you, God is going to replace for you. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ദൈവം നിങ്ങൾക്ക് അത് പുനഃസ്ഥാപിക്കപ്പെടാൻ പോകുകയാണ്. Where you lost your name, നിങ്ങൾക്ക് എവിടെയാണോ നിന്റെ പേര് നഷ്ടമായത്? where you lost your finance, നിനക്ക് എവിടെയാണോ സമ്പത്ത് നഷ്ടമായത്? where you lost your health, നിന്റെ എവിടെയാണോ ആരോഗ്യം നഷ്ടമായത്? where you lost your family, നിന്റെ കുടുംബം എവിടെയാണോ നഷ്ടമായത്? where you lost your job, നിന്റെ സന്തോഷം എവിടെയാണോ നഷ്ടമായത്? where you lost your job, നിന്റെ ജോലി എവിടെയാണോ നഷ്ടമായത്? where you lost your joy, നിന്റെ സന്തോഷം എവിടെയാണോ നഷ്ടമായത്? where you lost your prayer നിന്റെ life, പ്രാർത്ഥന ജീവിതം എവിടെയാണോ നഷ്ടമായത്? where you lost your business. നിന്റെ ബിസിനസ് എവിടെയാണോ നഷ്ടമായത്? These all the things God already restored. It is going to manifest from today. അത് ദൈവം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അത് നിനക്ക് വെളിപ്പെട്ടു വരാൻ പോകുകയാണ് ഇന്നു മുതൽ. How he going to restore? എങ്ങനെയാണ് അവൻ പുനഃസ്ഥാപിക്കുന്നത്? When he restore, he will compensate everything. അവൻ പുനഃസ്ഥാപിക്കുന്ന സമയത്ത് അവൻ സർവ്വത്തിന് നഷ്ടപരിഹാരം നൽകിയാണ് പുനഃസ്ഥാപിക്കുന്നത്. Compensate. നഷ്ടപരിഹാരം നൽകി. Compensate. നഷ്ടപരിഹാരം നൽകി. This word we can see the first in the Bible. Genesis chapter 15 verse 1. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഇത് നമുക്ക് ആദ്യമായി കാണാനായി സാധിക്കുന്നത്. The word compensation is, we can see Genesis chapter 15 verse 1. ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 1-ലാണ് ഈ കോമ്പൻസേഷൻ വാക്ക്. God speaking to Abraham, I will compensate for you. അബ്രഹാമിനോട് I will give the abundant compensation for you. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ സമൃദ്ധിയായ ഒരു കോമ്പൻസേഷൻ നിനക്ക് തരാനായി In പോകുന്നു. Malayalam it is written Mahattaya Pratiphalam. മലയാളത്തിൽ പറയുന്ന മഹത്തായ പ്രതിഫലം In എന്നാണ്. another translation say great reward. അത് വേറെ ട്രാൻസ്ലേഷനിൽ പറയുന്നത് വലിയ റിവാർഡ് കൊണ്ട്. But if you read properly we can see abundant compensation. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ abundant സമൃദ്ധിയായ കോമ്പൻസേഷൻ കൊണ്ട്. Why God spoke to Abraham abundant compensation? എന്താണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ abundant ആയ കോമ്പൻസേഷൻ എന്ന്? Because Abraham reject the blessing of Sodom and Gomorrah. അബ്രഹാമിന് സോദോമിലും ഗൊമോറയിലെ അനുഗ്രഹം നഷ്ടമായി പോയി. See, he rejected. അവൻ നിരാകരിച്ചു. Refused to receive. അവൻ നിരാകരിച്ചു. So God saw that. ദൈവം അത് കണ്ടു. God is not a debtor. ദൈവം ഒരു കടക്കാരനല്ല. He is always devour those who are reject the worldly blessing and look at him. Amen. ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തിനെ നോക്കിയാൽ അവൻ അവന്റെ അനുഗ്രഹം കൊണ്ട് അവനെ റിവാർഡ് ചെയ്യാനിടയാകും. God is not a debtor to Abraham. അബ്രഹാമിന് വേണ്ടി ദൈവം കടക്കാരനല്ല. Oh, God ready to bless him. അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ ദൈവം റെഡിയാണ്. He refused to receive the blessing from the world. ഈ ലോകത്തിലുള്ള അനുഗ്രഹങ്ങളെ അവൻ നിരാകരിച്ചു. And he look at God. അവൻ ദൈവത്തെ നോക്കി. Are you listening to me? Those who are reject the world and looking at God, I challenge you, you will see the manifesting compensation is coming to your life. ഈ ലോകം വേണ്ടാന്ന് വെച്ച് എന്റെ ദൈവത്തെ നോക്കാൻ ആരെങ്കിലും ഇടയായാൽ ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാ, നിനക്ക് മാനിഫെസ്റ്റ് ആകുന്ന റിവാർഡ് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കാണാൻ ഇടയാകും. Abundant compensation. Abundant ആയ കോമ്പൻസേഷൻ. Hallelujah. He reject nearly the wealth of 5 nations.
5 രാജ്യങ്ങളിലെ സമ്പത്തിനെയാണ് അവൻ നിരാകരിച്ചത്. So God spoke to Abraham, don't worry, you reject 5 wealth of 5 nations, I will compensate for you. Amen. ദൈവം അവനോട് പറഞ്ഞു, നീ 5 രാജ്യങ്ങളുടെ സമ്പത്ത് വേണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അതിന് പകരമായി നിനക്ക് ചിലത് നൽകാനിടയാകും. Look at Abraham's descendants. അബ്രഹാമിന്റെ ഡിസെൻഡന്റ് നിങ്ങൾ നോക്കിയാട്ടെ. You can see the blessing of Abraham is resting upon him. It's like a abundant compensation. Amen. അബ്രഹാമിന്റെ മേലുള്ള അനുഗ്രഹം നമ്മുടെ മേൽ കൂടെ പകർന്നു വന്നിരിക്കുന്നതിന്റെ കാരണം ആ അബണ്ടൻസ് ആയ കോമ്പൻസേഷൻ കൊണ്ടാണ്. Hallelujah. അബ്രഹാമിന്റെ തലമുറയെ നോക്കാവോ? അബ്രഹാം വേണ്ട എന്ന് വെച്ചതിന്റെ 10 മടങ്ങ് അവന്റെ മേൽ വന്നു. എങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഞാൻ വേണ്ട എന്ന് വെച്ചത് എന്താണോ അതിന്റെ 1000 മടങ്ങ് ഞാൻ അനുഭവിക്കാൻ പോകുകയാണ്. Say to your neighbor, abundant compensation. Abundant compensation. Abundant compensation. Abundant compensation. Say with me, abundant compensation. പറഞ്ഞാട്ടെ, abundant compensation. He refused to receive the wealth of 5 nations. 5 രാജ്യങ്ങളിലെ സമ്പത്തിനെ അവൻ വേണ്ടാന്ന് വെച്ചു. But God given to Abraham nations or nations. Amen. എന്നാൽ ദൈവം അബ്രഹാമിന് രാജ്യങ്ങൾ കൊടുക്കുവാനിടയായി. He gave all nation in the world. അവൻ ഈ ലോകത്തുള്ള സർവ്വ രാജ്യങ്ങളും അവന്റെ കയ്യിൽ ഏൽപ്പിക്കാനിടയായി. He reject the wealth of 5 nations. അവൻ 5 രാജ്യങ്ങളുടെ സമ്പത്തിനെ വേണ്ടാന്ന് But വെച്ചു. God gave all nations of this earth. ദൈവം എന്നാൽ തിരിച്ച് അവന് സർവ്വ ലോകത്തിന്റെ അവകാശം അവന്റെ മേൽ കൊടുത്തു. That is the wealth, that is abundant compensation. അതാണ് abundant compensation കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്. 5 കളഞ്ഞുള്ളൂ, കിട്ടിയത് ലോകം മുഴുവനാണ്. 5 രാജ്യത്തിന്റെ സമ്പത്ത് വേണ്ട എന്ന് പറഞ്ഞുള്ളൂ, പക്ഷെ ലഭിച്ചത് ലോകം മുഴുവനുള്ള രാജ്യത്തിന്റെയാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? നീ ഉപേക്ഷിച്ചതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ മോശവാ, അതിന്റെ 1000 ഇരട്ടി എന്ന് പറഞ്ഞാൽ മോശവാ. അളവില്ലാത്ത വിധത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. I am challenging you, this year you are going to see. Amen. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ വർഷം നിങ്ങൾ അത് കാണാനായി പോകുന്നു. അബ്രഹാമിന്റെ സകല അനുഗ്രഹത്തിലും ഞാൻ ആയിരിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന ആ നിമിഷം മുതൽ അബ്രഹാമിൻ്റെ ലീനേജിലാണ്, ആ ജനറേഷനിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ആ സകല ബ്ലെസ്സിങ്ങുകളും എനിക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. അതിനെ അവകാശമാക്കിയാട്ടെ. അതിനോട് നോ എന്ന് പറയുന്നവരാകാതെ അതിനോട് എസ് എന്ന് പറയുന്നവരാകട്ടെ. അതിനെ അനുഭവിച്ചാട്ടെ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ഇനി സംസാരിക്കുന്നത് സിസ്റ്റർ പ്രമീളയാണ്, പുന്നമൂട് എന്നുള്ള സ്ഥലത്ത് നിന്നും. സിസ്റ്ററിന് ദൈവം ചെയ്ത കാര്യങ്ങൾ പറയാൻ സാധിക്കുമോ? ഫസ്റ്റിൽ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് സ്റ്റേയിൽ കയറ്റി നിർത്തി. ഓക്കെ. അപ്പം മെതർ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് 2 പേർക്ക് പ്രാർത്ഥിച്ചോട്ട് ഇങ്ങനെ കറങ്ങി നോക്കിയിട്ട് പറഞ്ഞ് വയറിൽ മുഴ ഉള്ളവരെ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പോയില്ല. അപ്പം അവർക്ക് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം വെതർ എന്നെ ചുവപ്പ് ചുരിദാറിട്ട് സിസ്റ്റർ എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ എന്തുകൊണ്ട് വയറിൽ മുഴ ഉള്ളവരെ വിളിച്ചിട്ട് വരാത്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ മുഴയുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, വയറ് വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ വെതർ പറഞ്ഞ് അത് കർത്താവ് സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു. അതുപോലെ വെതർ തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ ഡിസ്കിൻ്റെ ജോയിൻറ്റ് വിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് എനിക്കറിയാം. ഞാൻ സ്കാനിങ് എടുത്തപ്പോൾ എനിക്ക് ഡിസ്ക് ജോയിൻറ്റ് വിട്ട് നിൽക്കുന്ന കാര്യം അറിയാം. അപ്പം വെതർ പറഞ്ഞ് അതിന് ഞാൻ സൗഖ്യമാക്കുന്നു. പിന്നെ എൻ്റെ ഇടത് ചെവി തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞ് 10 വർഷമായി എൻ്റെ ചെവി അടിച്ച് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് കുളിക്കുമ്പോൾ വെള്ളം നനയുമ്പോൾ എല്ലാം ചെവിയിൽ കൂടെ പഴുപ്പും വെള്ളവും വന്നുകൊണ്ടിരിക്കും, ഭയങ്കര വേദനയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ചെവിയിൽ കോൾ വിഴുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്ക് സൗഖ്യമാക്കി തന്നു. നടുവേദന മാറിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. എത്ര വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു? 10-15 വർഷമായിട്ട്. ആ നടുവേദന വരാൻ കാരണം എന്തായിരുന്നു? പ്രത്യേകിച്ച് കാരണമില്ല, പക്ഷെ നടുവേദന ഉണ്ടായിരുന്നു. അതെന്നാ നടുവേദന മാറിയത്? ഈ ദിവസം തന്നെയാണ്. ഓക്കെ. നടുവേദന കൊണ്ട് എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? നടുവേദന കൊണ്ട് എനിക്ക് നിന്ന് ജോലികളൊന്നും ചെയ്യാൻ പറ്റൂല, നിന്ന് ആരാധിക്കാൻ പറ്റൂല. കാലിവിടെ നിന്ന് ഭയങ്കര ഒരു വേദനയാണ്. പിന്നെ കുറച്ച് നേരം ആരാധിക്കാൻ നിന്നാലും ഞാൻ പെട്ടെന്ന് ഇരിക്കും.
പക്ഷേ എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് എന്നാലും പെട്ടെന്ന് ഓടി വന്ന് 10 മിനിറ്റ് ഞാൻ വീട്ടിൽ വന്നിരിക്കും. ഇരുന്നിട്ടേ ചെന്ന് ജോലി ചെയ്യുള്ളൂ. ഇപ്പം എനിക്കൊരു പ്രശ്നം. കരങ്ങളടിച്ച കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ നിന്ന് സിസ്റ്ററിനെ കർത്താവ് വിടുവിച്ചു. തൻ്റെ മുഴ കർത്താവ് മാറ്റിക്കൊടുത്തു. ചെവിയിലെ ഹോളിൽ നിന്ന് വെള്ളം വരികയും ചെവിയുടെ വേദനയൊക്കെ കർത്താവ് സൗഖ്യമാക്കി. മാത്രമല്ല നാളുകളായുള്ള നടുവേദന എന്ന് പറയുമ്പോൾ അത് ചെറുത് എന്ന് തോന്നാമെങ്കിലും സിസ്റ്റർ പറയുന്നു ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത വണ്ണം കഠിനമായ വേദന 15 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം സൗഖ്യം കൊടുത്തു. ഓക്കെ, നമുക്ക് 103-ാം സങ്കീർത്തനം വായിച്ചാൽ അവിടെ കാണാൻ സാധിക്കുന്നു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ രോഗമുള്ളവർ കർത്താവിനോടൊന്ന് പറഞ്ഞ് എനിക്കും അസൗഖ്യം വേണം. കർത്താവ് നമ്മളെയും സൗഖ്യമാക്കാൻ ശക്തനാണ്, വിശ്വസ്തനാണ്. ഓക്കെ സിസ്റ്റർ, ദൈവം ചെയ്ത സകല നന്മകൾക്കായും നമുക്ക് കർത്താവിന് നന്ദി പറയാം. അത് രോഗസൗഖ്യമാണെങ്കിലും സാമ്പത്തിക വിടുതലാണെങ്കിലും മനസ്സമാധാനമാണെങ്കിലും ഇതെല്ലാം കർത്താവിൽ നിന്നാണ് നമ്മൾ പ്രാപിച്ചത്. ഓരോന്നിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. പണം ഉള്ള ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ സമാധാനമില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉറക്കം നഷ്ടമാകുകയാണ്. എന്നാൽ സാമ്പത്തിക ആവശ്യം നിമിത്തം പ്രയാസത്തോടെയാണ് ഒരു വ്യക്തി ആയിരിക്കുന്നതെങ്കിൽ അയാളുടെയും ഉറക്കം നഷ്ടപ്പെടുകയാണ്. രോഗമാണ് ആ വ്യക്തി അലട്ടുന്നതെങ്കിൽ അയാളുടെയും ഉറക്കം നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഏതു തന്നെയാണെങ്കിലും സ്വസ്ഥതയും സമാധാനത്തെയും നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഒരു വലിയ അത്ഭുതത്തെ പ്രതീക്ഷിച്ചാട്ടെ. ജീവിക്കുന്ന ഒരു കർത്താവിൻ്റെ മുൻപിലായിരുന്നാട്ടെ. കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, മനുഷ്യൻ്റെ പരിമിതികൾക്കപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. കർത്താവെ, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തൻ്റെ ജനത്തെ ചേർത്ത് വച്ചിരിക്കുന്നത്, ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചത്. കർത്താവെ, ഈ കുടുംബങ്ങളിൽ എന്ത് കാര്യത്തിലാണോ അവ ദാരിദ്ര്യം അനുഭവിക്കുന്നത്, എന്ത് കാര്യമാണോ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നത്, അതിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം. അപ്പാ, ആരോഗ്യമുണ്ടാകട്ടെ, സാമ്പത്തിക ഉയർച്ചയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, വീടുകളുണ്ടാകട്ടെ, നിലങ്ങളുണ്ടാകട്ടെ. കർത്താവേ, സന്തോഷവും സമാധാനവുമുള്ള ഭവനമുണ്ടാകട്ടെ. കർത്താവേ, നിൻ്റെ വാഗ്ദത്ത പ്രകാരം സകലതും അത് റീസ്റ്റോർ ആയിരിക്കുകയാണ്, അത് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. കർത്താവെ, ഈ കുടുംബങ്ങളെല്ലാം അത് അനുഭവിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങളെല്ലാം അത് അനുഭവിക്കട്ടെ അപ്പാ. അപ്പോൾ അവർ പുതിയ കെട്ടിടങ്ങളിൽ പാർക്കട്ടെ, പുതിയ വീടുകളിൽ പാർക്കട്ടെ, തട്ടിട്ട വീടുകളിൽ പാർക്കട്ടെ. ശ്രേഷ്ഠതയുള്ള നന്മ, രാജ്യത്തിൻ്റെ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ കർത്താവെ കുടുംബങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. എനിക്കൊരു സിസ്റ്ററിനെ കാണാം, തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരു മോൾക്ക് വേണ്ടിയിട്ട്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി അപ്പാ. ആ മോളുടെ ലൈഫിൽ അവിടുന്ന് കൊടുക്കുന്ന ആരോഗ്യത്തിനായി നന്ദി കർത്താവേ, സൗന്ദര്യത്തിനായി നന്ദി, ദൈവിക സ്നേഹത്തിനായി നന്ദി കർത്താവേ. അനുഗ്രഹിക്കുന്നു അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഹാലൂറു ഷേഖുലോ ധരേ ശകരം ധരേ കുറു. ഹാലലുയ, നന്ദി പറയുന്നു കർത്താവേ. എനിക്കൊരു വ്യക്തിയെ കാണാം, ആ വ്യക്തിക്ക് എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ പേടിയാണ്. വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടല്ല, ഒരു 2 വീലറിലാണ് പോകുന്നത് കാണുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് നാളുകളായി അതും ഭയമാണ്. ഒരു ഓഫീസിൽ ചെന്നാൽ ഭയമാണ്, ഒരാളെ ഫേസ് ചെയ്യാൻ ഭയമാണ്, സീരിയസ് ആയ ഒരു ഇഷ്യൂവിൻ്റെ മുൻപിൽ എത്താൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് ആ ഭയം മാറിപ്പോകട്ടെ അപ്പാ. ആ ഭയം മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിലെല്ലാം അത്ഭുതങ്ങളുണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. നന്ദി യേശുവേ. നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്ന ഒരു വീട് എനിക്ക് കാണാം. അത് അവർക്ക് അവരുടെ ലൈഫിലൊരു ചെറിയൊരു വരുമാനം കൂടെയാണ്. ആമേൻ. ദൈവം ആ കുടുംബത്തിൽ ചില നന്മകളെ പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്കൊരു പഴയ വീടാണുള്ളത്, വാർത്ത വീടാണ്. സാമ്പത്തികമായിട്ട് ഒരു മീഡിയം ആവറേജ് ലെവലിലായിരിക്കുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു ഹൈപ്പിനെ കർത്താവ് കൊണ്ടുവരുന്നു, ഒരു ഉയർച്ചയെ കർത്താവ് കൊണ്ടുവരുന്നു.
അവരുടെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത ചില നന്മകളെ, ചില വാതിലുകളെ കർത്താവ് കൊണ്ടുവരുന്നത് കാണും. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ആ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും അതേപോലെ ഒരു സൈഡിലുമായിട്ട് കുറച്ച് അധികം വസ്തുക്കളുണ്ട്. ആ വീടിനോടാണ് കർത്താവ് സംസാരിക്കുന്നത്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. അവിടുത്തെ നന്മകൾക്കായി സ്തോത്രം. എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങളുണ്ടാകട്ടെ, വീര്യപ്രവൃത്തികളുണ്ടാകട്ടെ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ വലിയ നന്മയിൽ നമുക്ക് ഓരോ ദിവസവുമായിരിക്കാം. ഗോഡ് ബ്ലസ് യു.